പരിശുദ്ധനായ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ദിവസം, ഈ മണിക്കൂർ, ഈ സമയം അങ്ങേക്കറിയാം കർത്താവേ എന്താ ചെയ്യേണ്ടതെന്ന്. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കരുത്. ദൈവത്തിന് ഹിതമില്ലാത്തതും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത് കർത്താവേ. എല്ലാ നിമിഷങ്ങളിലും നാഴികയോളം കാക്കുന്ന കർത്താവെ, തുടർന്നുള്ള എല്ലാ മണിക്കൂറിലും സമയത്തിൽ കാത്തുകൊള്ളുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന പിതാവേ. ഓ ഹല്ലേലൂയ കർത്താവേ, വചനം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ യേശുവേ മനം തകർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവേ ഹല്ലേലൂയ രോഗത്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവേ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ പുതിയൊരു ജീവിതത്തെ ഈ വചനത്തിലൂടെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പരിശുദ്ധാത്മാവ് തുടർന്നുള്ള നിമിഷം അത്രയും നിയന്ത്രിക്കണം. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. നമ്മുടെ ലൈവിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് പലപ്പോഴും കട്ടായി പോകുന്നത്. ഇവിടെ നെറ്റ്വർക്ക് ഇച്ചിരി പ്രോബ്ലം ആയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ നാളുകൾ നമ്മളെ കരുതുന്നതിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ വേദഭാഗം എടുക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബൈബിൾ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-5 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെയും 5 അതിൻ്റെ 7-ാമത്തെ വേദഭാഗം വായിക്കുന്നത് ശ്രമിക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 5-ാമത്തെ വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുവിനോട് കൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ
ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഫെസ്യ ലേഖനത്തെക്കുറിച്ച് ഒത്തിരി ദൈവദാസന്മാർ ആധികാരികമായി പ്രസംഗിക്കുകയും ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ പുതിയ നിയമസഭയെക്കുറിച്ച് ആധികാരികമായി പറയുന്ന ഒരു പുസ്തകം നോക്കാമെങ്കിൽ എഫെസ്യ ലേഖനം തന്നെയാണ്. എഫെസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയെന്ന് കാണപ്പെടുന്നു. AD 60 മുതൽ 62 കാലഘട്ടത്തിൽ റോമിലെ കാരാഗൃഹത്തിൽ വെച്ചാണ് ഈ എഫെസ്യ ലേഖനം എഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വെറും 6 അധ്യായങ്ങളുള്ള ഈ എഫെസ്യ ലേഖനം ബൈബിളിലെ 49ാമത്തെ പുസ്തകമാണ്. 155 വാക്യങ്ങളുള്ള ഈ വേദഭാഗത്തിന് ഓരോ അധ്യായങ്ങളും അത് നമ്മുടെ ജീവിതവുമായി വളരെ സാമ്യമുള്ള ഒരു പുസ്തകമാണ് എഫെസ്യ ലേഖനം. 1-ാം അധ്യായത്തെ നമ്മൾ പഠിച്ചു നോക്കാമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ആലയമായിട്ടാണ് എഫെസ്യ ലേഖനത്തിൽ കാണുന്നത്. നാം ക്രിസ്തുവിൻ്റെ ആലയം. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. നാം ആരാണ്? നാം സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല. ഈ ഭൂമിയിൽ എങ്ങനെയോ ജനിച്ചു എങ്ങനെയോ തീർന്നു പോകാണ്ട ഒരു വ്യക്തിയല്ല നാം ഓരോരുത്തരും. ആമേൻ. ഈ ഭൂമിയിൽ ഒത്തിരി സസ്യങ്ങൾ കിളിർത്തു വരുന്നുണ്ട്, ഒത്തിരി പക്ഷി പർവ്വജാതികൾ ഉരുവാകുന്നുണ്ട്, ഒത്തിരി മൃഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവയെപ്പോലെ കേവലം ഒന്നുമില്ലാതെ അല്ലെങ്കിൽ മാറ്റി നിർത്തുവാൻ കഴിയുന്നല്ല നാം ഓരോരുത്തരും. നമ്മൾ വ്യത്യസ്തരാണ്, പ്രത്യേകിച്ച് ദൈവമക്കൾ. ആകയാൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചു നോക്കാമെങ്കിൽ മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. തെറ്റിദ്ധരിക്കരുതേ. ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഉരുവായ സകല മനുഷ്യരും, മാനവജാതി സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജാതികൾ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവർ ദൈവത്തിനുള്ളവരല്ല എന്ന് നാം പറയരുത്. അവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ പ്രിയ മക്കൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വേദഭാഗം പറഞ്ഞു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. നമ്മൾ ആരാ? ദൈവത്തിനെ അനുകരിക്കുന്നവർ, ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവരായിരിക്കണം. നാം വ്യത്യസ്തരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മാത്രം പദവി ദൈവം തന്നിരിക്കുന്നത്, നമ്മളെ ശ്രേഷ്ഠമായി കാണുവാൻ കാരണം. അതുകൊണ്ടാണ് താൻ തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ നാം കേവലം ഒന്നുമില്ലാത്തവരല്ല, നാം വ്യത്യസ്തരാണ്. നാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന പിശാചിന്റെ മേൽ ജയമെടുക്കുവാൻ അധികാരമുള്ളവരെന്ന് നാം മറന്നു പോകരുത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന്, നാം ക്രിസ്തുവിൻ്റെ ആലയമാകുന്നു. നാം ക്രിസ്തുവിൻ്റെ ആലയം. ഈ കാണുന്നത് ആലയം എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ദൈവം വസിക്കുന്നത് ഈ ആലയത്തിലല്ല, ദൈവം വസിക്കുന്നത് ഈ ആലയത്തിലാണ്. കൈപ്പണിയല്ലാത്ത ആലയത്തിൻ്റെ മേൽ ഞാൻ വസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. നാം ഒറ്റയ്ക്കല്ല ചില കാര്യങ്ങൾ ചെയ്യുവാൻ കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ എൻ്റെ ഭവനത്തിൽ ഒറ്റയ്ക്കാണ്. തെറ്റിദ്ധരിക്കരുത്, നാം ഒറ്റയ്ക്കല്ല. നമ്മളോടൊപ്പം ക്രിസ്തുവുണ്ട്. കാരണം അവൻ വസിക്കുന്നത് ഈ ആലയത്തിലാണ്. നമ്മൾ പണിതു വെക്കുന്ന 1000 സ്ക്വയർ ഫീറ്റ്, 10000 സ്ക്വയർ ഫീറ്റ്, അതിനകത്ത് ദൈവം ഇരിക്കുന്നില്ല. വൻപൻ ചർച്ചുകൾ പണിതു വെച്ചിട്ടോ നമ്മൾ ചിന്തിക്കും അതിനകത്ത് ക്രിസ്തു വസിക്കുന്നുണ്ടോ? അതിനകത്തല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലാണ് വസിക്കുന്നത്. മറന്നു പോകരുതേ. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൻ്റെ ആലയമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ മനസ്സിലാക്കണം, അയ്യോ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, എന്നെ സഹായിക്കാൻ ആളില്ല, എന്നെ പരിപാലിക്കാൻ ആളില്ല, എനിക്കൊന്ന് നന്മ ചെയ്യുവാൻ ആളില്ല. അങ്ങനെ ചിന്തിക്കരുത്. സർവത്തെയും സൃഷ്ടിച്ച സർവത്തിൻ്റെ ഉടയവനായ സൃഷ്ടികർത്താവ് നമ്മളോടൊപ്പമുള്ളപ്പോൾ നമ്മെ സഹായിക്കാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ അവനോളം ഒപ്പമുള്ളവൻ മറ്റൊരുവനില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർ ആമേൻ പറയും? എന്നെ ഓൺലൈൻ വീക്ഷിക്കുന്ന സകല വ്യക്തികളോട് ഞാൻ പറയുന്നു, നീ ഒറ്റയ്ക്കല്ല. നിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ ശ്രേഷ്ഠനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വായികളെ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഉടമനവൗ ശാന്തരാധിയാല മൗഡമനെ അർത്ഥമാന ഹസ്തുരിക രഗതലം ഭൗഷാരകത്തുനികരുടനമ. സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായാലും, സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും നമ്മെ തകർക്കാത്ത, നമ്മെ ഉടച്ചു കളയാത്ത,
മാറ്റാൻ, നമ്മെ അന്ത്യത്തോളം പരിപാലിക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. കാരണം നാം ദൈവത്തിന്റെ ആലയമാണ്. Praise the Lord, praise the Lord, praise the Lord. നാം ദൈവത്തിന്റെ ആലയമായിരിക്കുകയാൽ, നാം തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നാം ഉടഞ്ഞു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. നമ്മെ പരിപാലിക്കുവാൻ അവൻ സദാസമയം നമ്മളോടൊപ്പമുണ്ട്. തന്റെ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അതാ 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, നാം ക്രിസ്തുവിന്റെ ആലയമാകും, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു വിശ്വസ്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശബ്ദവും നമുക്ക് വെളിച്ചവും പ്രതികൂലമാണെങ്കിലും, സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും, അന്തരീക്ഷം നമുക്ക് പ്രതികൂലമാണെങ്കിലും, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ പാലിപ്പാൻ ആമേൻ ഒരു ദൈവമുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ആമേൻ, നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം ആരാണ്? ക്രിസ്തുവിന്റെ ശരീരം. 1-ാം അധ്യായം ആലയമായി പറയുമ്പോൾ, 2-ാം അധ്യായം നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ ആലയമാകുന്ന നമ്മൾ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന നമ്മൾ കർത്താവ് വസിക്കുക. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. കർത്താവിനെ വസിക്കുവാൻ നമ്മുടെ ശരീരത്തിലാണ് കർത്താവ് വസിക്കുന്നത്. പ്രിയരെ, ഞാനൊന്ന് പറയാം, നിന്റെ കണ്ണുകൾ നിന്റെയാണെങ്കിലും നീ ക്രിസ്തുവിനുള്ള വ്യക്തിയാണോ? നിന്റെ കണ്ണുകൾ ക്രിസ്തുവിന്റെ കണ്ണുകളാ. നിന്റെ കരം നിന്റെ എന്ന് തോന്നുന്നുവെങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ കരങ്ങൾ നിന്റെയല്ല, അത് ക്രിസ്തുവിന്റെ. നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, നിന്റെ ശരീരമാകുന്ന, അല്ലെങ്കിൽ നാം ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ആമേൻ, നീ ഒരു വ്യക്തിയുടെ മേൽ പ്രിയരെ നീ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വെക്കുന്ന കരം നിങ്ങളുടേതല്ല, അത് യേശുവിന്റെ നാമത്തിലാണെങ്കിൽ ആ യേശു ആ കരങ്ങൾ കൂടി പ്രവർത്തിച്ച് രോഗിയെ സൗഖ്യമാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ കരങ്ങൾ ക്രിസ്തുവിന്റെ കരങ്ങളാണ്. ഈ പാദങ്ങൾ എനിക്ക് വേണ്ടിയുള്ളല്ല, ക്രിസ്തുവിന് വേണ്ടി ഓടുവാണ്ടതാണ്. എത്രയോ പേര് ഭവനങ്ങളിൽ അകത്തളങ്ങൾ ഈ ദിവസങ്ങൾ ഇരിക്കുന്നു. ഒരു തീരുമാനം എടുക്കാമോ? അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാമോ? ആമേൻ. നമുക്കൊന്ന് തീരുമാനം, നമ്മുടെ ചിന്തകളെ ഒന്ന് ആമേൻ റീവൈൻഡ് ചെയ്ത് നോക്കി, കഴിഞ്ഞ നാളുകളെടുത്ത തീരുമാനങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ കഴിയുന്നുണ്ടോ പ്രിയരെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താ? നാം ക്രിസ്തുവിന്റെ ആമേൻ ശരീരമാകുന്നു. ക്രിസ്തു നമ്മുടെ ശരീരത്തിലാണ് വസിക്കുന്നത്. ഈ കാണുന്ന, അതുകൊണ്ട് ആ വേദപുസ്തകം പറഞ്ഞു ആമേൻ, അവൻ ഒരിക്കലും ആമേൻ കല്ലിലോ മണ്ണിലോ അല്ല വസിക്കുന്നത്. അവൻ ആമേൻ ഒരു തടിക്കഷ്ണത്തിനകത്തല്ല, കൊത്തിവെച്ചൊരു തടിക്കഷ്ണത്തിനകത്തല്ല എന്റെ കർത്താവ് വസിക്കുന്നത്. കർത്താവ് വസിക്കുന്നത് നമ്മളിലാണ്. കർത്താവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെയാണ്. നാം ക്രിസ്തുവിന്റെ ശരീരമാണ് പ്രിയരെ. നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. മറന്നു പോകരുത്, ഈ ശരീരം കൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ അനുവാദമില്ല. ഈ വായു കൊണ്ട് നമുക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ഈ കണ്ണുകൾ കൊണ്ട് മോശമായതൊന്ന് നോക്കുവാൻ പറ്റത്തില്ല. കാരണം ഒന്ന് മനസ്സിലാക്കി, നാം ക്രിസ്തുവിന്റെ ആമേൻ ശരീരമാണ്. നമുക്ക് അവിശ്വസ്തത കാണിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പറയുന്നു, ഞാൻ വിശ്വസ്തനാകിയാൽ നിങ്ങളും വിശ്വസ്തരായിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശരീരം ഒരിക്കലും അവിശ്വസ്തതയല്ല. കർത്താവിന്റെ ശരീരം വിശ്വസ്തതയുള്ളതാണ്. ആമേൻ. ഈ ദൂത് കൈമാറുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടാകും. എന്താ തീരുമാനം? ഞാൻ ക്രിസ്തുവിന്റെ ആലയമാണ്, ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ്. ആമേൻ. ആ ശരീരത്തിന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ആ ആലയത്തിൽ ആരാധന ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ആത്മാവ് ആമേൻ വ്യക്തികളുടെ ജീവിതങ്ങളുടെ മേൽ ഇടപെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അശുദ്ധി ജീവിതത്തിൽ നിന്ന് മാറട്ടെ. അശുദ്ധി ശരീരങ്ങൾ വിട്ട് മാറട്ടെ. അശുദ്ധി ആലയങ്ങൾ വിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പിടിച്ചമർത്തുന്ന പാപത്തിന്റെ ശക്തികൾ, പിടിച്ചമർത്തുന്ന ജഡീക താല്പര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ഈ ആലയം ക്രിസ്തുവിൻ്റെതായി മാറട്ടെ. ഈ ശരീരം ക്രിസ്തുവിൻ്റെതായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 3-ാം അധ്യായം നാം നോക്കുമ്പോൾ അവിടെ കാണുന്ന നാം ക്രിസ്തുവിന്റെ മർമ്മമാണ്. പ്രിയരെ, നാം ക്രിസ്തുവിന്റെ മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം. മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ കണ്ണുകൾക്ക് മറയാണ്. അതാ പറഞ്ഞത്, ചോദിക്കുന്ന നിനയ്ക്ക് അത്യന്തപരമായി ചെയ്യുവാൻ ആമേൻ നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ കഴിയുമെന്ന് ഇതേ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ നമ്മളിൽ മറഞ്ഞിരിക്കുന്ന
അധികാരം, നമ്മളിൽ മറഞ്ഞിരിക്കുന്ന അഭിഷേകം അത് ചെറുതല്ല എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടല്ലേ പറയുന്നത്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. കാരണം നീ ഒരു മർമ്മമാണ്. ആമേൻ. നീ ഒരു മർമ്മമാണ്. എന്താ മർമ്മം? ആമേൻ. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, മഹത്വത്തിന്റെ പ്രഭു, പ്രത്യാശയുടെ ദൈവമായിരിക്കുന്ന സർവശക്തനായ യഹോവയായ ദൈവം, യേശു കർത്താവിന്റെ ആമേൻ സന്തതിയാണ് നീ എന്നുള്ള കാര്യം മറന്നു പോകരുതേ. നമ്മെ തകർക്കുവാൻ, നമ്മെ ഒതുക്കുവാൻ, നമ്മെ മുടിക്കുവാൻ ഈ ലോകത്തിന്റെ അധിപതികൾക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ വെറും ക്രിസ്ത്യാനികളെന്നല്ല പറയേണ്ടത്, ക്രിസ്തുവിന്റെ അനുയായികൾ. ആമേൻ. ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാനല്ല ഈ ഭൂമിയിൽ വന്നത്. ക്രിസ്തു മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ, മതം സ്ഥാപിതമല്ല, മനസ്സിനെ മാറ്റുന്നവനാണ്. നിന്റെ ജീവിത ശൈലികളെ മാറ്റുന്നവനാണ്, നിന്റെ അവസ്ഥകളെ മാറ്റുന്നവനാണ് യേശു കർത്താവ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പറ, എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ നല്ല പിതാവായി കർത്താവുള്ളതിനായി സ്തോത്രം. ഞെരങ്ങുന്ന വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഭാരപ്പെടുന്ന വ്യക്തികൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അടുത്തെന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, ഈ കഴിഞ്ഞ 1.5 മാസത്തിലധികം കൊണ്ട് നിന്റെ ജീവിതം താളം തെറ്റി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, അടുത്തൊരു വഴിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തും. മറ്റാരുമല്ലത്, യേശു കർത്താവ്. താളം തെറ്റിപ്പോയ നിന്റെ ജീവിതത്തെ ലെവൽ ചെയ്യുവാൻ, അടഞ്ഞുപോയ മേഖലകളെ തുറക്കുവാൻ, ആമേൻ, അവനൊരു മർമ്മമായി നിന്നെ വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് നിനക്ക് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യുവാൻ എൻ്റെ തമ്പുരാന് കഴിയും. എത്ര പേർ ആമേൻ പറയും? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, നിന്നെ നീ ഒരു മർമ്മമാക്കി എന്നെ മാറ്റിയിരിക്കുകയാൽ സ്തോത്രം. എന്നെ ഒരു ആലയമാക്കി മാറ്റിയിരിക്കുകയാൽ സ്തോത്രം. എന്നെ ഒരു ശരീരം, അങ്ങയുടെ ശരീരമാക്കി മാറ്റിയതിനായി സ്തോത്രം. വേലക്കാർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, വേലക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല യാത്ര. നിങ്ങൾ ഏത് കാട് മേടുകളിൽ കൂടി പോയാലും, ഏത് കല്ലും മുള്ളുമുള്ള മേഖലയിൽ കടന്നു പോയാലും, ആൾവാസമില്ല എന്ന് തോന്നിയാലും, നിർജ്ജനമായ മേഖലയാണെങ്കിലും, അത് മരുഭൂമിയിലാണെങ്കിലും, അവിടെ നിന്നോടൊപ്പം സംസാരിപ്പാൻ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. സീനായിയുടെ മുകളിൽ ആരുമില്ലെന്ന് തോന്നൽ വേണ്ട. കർമ്മേലിന്റെ മുകളിൽ ആരുമില്ലെന്ന് തോന്നൽ വേണ്ട. മോറിയ മലയിൽ ആരുമില്ല എന്നൊരു തോന്നൽ വേണ്ട. അവിടെ നിനക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തു പറ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. മോറിയ മലയിലേക്ക് ഇറങ്ങി വന്ന് അബ്രഹാമിനെ വീണ്ടെടുക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അബ്രഹാമും ഇസഹാക്കും വരുന്നതിന് മുമ്പേ അവൻ അവിടെ ഉണ്ട് ദൈവമക്കളെ. കാരണം അവിടെ വാസം ചെയ്യുന്ന ഒരു ദൈവം. ഓ കർമ്മേലിന്റെ മുകളിൽ നോക്ക്. ആമേൻ. ഏലിയാവ് കയറുന്നതിന് മുമ്പേ കയറി നിന്ന ഏലിയാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ വഴി ഒരുക്കി നിൽക്കുന്ന ഒരു സർവശക്തൻ സീനായിയുടെ മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞത് ആരായിരുന്നു? ദൈവമായിരുന്നു. മോശേ, നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം ഒരു സാന്നിധ്യമുണ്ട്. കാരണം നീ അവന്റെ ആലയമാണ്, നീ അവന്റെ ശരീരമാണ്, നീ അവന്റെ ഒരു മർമ്മമാണ്. എന്നെ കേൾക്കുന്ന വേലക്കാരുള്ളതിനകത്തുണ്ടെങ്കിൽ, ദൈവ വേലക്കാരുണ്ടെങ്കിൽ ഞാനൊരു ദൂത് കൈമാറുകയാ, ഒരു ദൂത് കൈമാറുകയാ. നീ ഒറ്റയ്ക്കല്ല. അടഞ്ഞു പോയിട്ടില്ല, ഇത് അവസാനിച്ചു പോയിട്ടില്ല. ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. ലോകത്തിന്റെ വിപത്തുകൾ വർദ്ധിക്കുമ്പോഴും ഒരു ഉണർവിന് വേണ്ടി സ്വർഗം തന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അവൻ വിശ്വസ്തന്മാരെ തിരയുന്ന ദൈവം, അവൻ വിശ്വസ്തന്മാരെ തിരയുന്ന ദൈവം. അവൻ അവന്റെ ആലയത്തെ നോക്കുന്ന ദിവസങ്ങളായത്, അവൻ അവന്റെ ശരീരത്തെ നോക്കുന്ന ദിവസങ്ങളായത്. അവൻ ആമേൻ അവന് വേണ്ടി മറച്ചു വെച്ചിട്ടുള്ള മർമ്മമായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കുന്ന ദിവസങ്ങളായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. 2 കരങ്ങളെയും ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്ക്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തീകരിക്കണമേ. അഭിഷിക്തന്മാരെ ശക്തീകരിക്കണമേ. അഭിഷിക്ത മതികളെ ശക്തീകരിക്കണമേ. വിശ്വാസ കുടുംബങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായി അവിടെ കാണുവാൻ കഴിയും. 1, 2, 3 കാണുന്ന പോലെയല്ല. ആലയമായും ശരീരമായും മർമ്മമായും കണ്ടത് വ്യത്യസ്തമായി നീ ഒരു പുതു മനുഷ്യനായിരിക്കുക. ഹല്ലേലൂയ. ഒരു അമ്മയുടെയും അപ്പനുമാൽ ജനിക്കപ്പെട്ടോ, ഈ ഭൂമിയിൽ അപ്പനമ്മയാൽ വളർത്തപ്പെട്ടോ, ഏതോ സ്കൂൾ
നമുക്ക് നമ്മൾ ഓരോ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഈ ഭൂമിയിലായിരിക്കുക. കല്യാണം കഴിഞ്ഞവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം, മക്കളുള്ളവർ കേൾക്കുന്നുണ്ടാകാം, കുഞ്ഞു മക്കൾ കേൾക്കുന്നുണ്ട്, യൗവനക്കാരികൾ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളെ അല്ല. കർത്താവിന്റെ വചനം പറഞ്ഞു, നീ ഒരു പുതു മനുഷ്യനാണ്. ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടി എന്ന് പൗലോസ് എഴുതി വെച്ചു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്, നീ പുതിയ മനുഷ്യനാണ്. ഒരു പുതിയ മനുഷ്യന്റെ മേൽ പുതിയ ദൗത്യങ്ങൾ സ്വർഗം കൈമാറും. പ്രൈസ് ദി ലോർഡ്. ആരുടെ മേൽ കൈമാറും? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ആ ദൈവദാസന്റെ കൂടെ ആയിരുന്ന ദൈവദാസൻ എന്നെ ഉയർത്തിയില്ല, ഞാൻ ആ വ്യക്തിയുടെ കൂടെ ആയിരുന്ന ആ വ്യക്തി എന്നെ ഉയർത്തിയില്ല. ദൈവമക്കളെ, നിന്നെ ഉയർത്തുവാൻ കഴിയുന്നത് ദൈവം മാത്രമാണ്. മനുഷ്യൻ ഉയർത്തിയാൽ, ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു, 6 അടിയോളം അവൻ പൊക്കിപ്പിടിക്കുമായിരിക്കും. അവന്റെ കൈയൊന്ന് അത് കുഴഞ്ഞു പോകുമ്പോൾ അവൻ താഴേക്ക് ഇട്ടെന്ന് വരാം. അത് ആ വ്യക്തിയുടെ കുഴപ്പമല്ല, അവന്റെ ശാരീരിക പ്രകൃതം അങ്ങനെയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന്റെ കരം ഒരിക്കലും കുറുകത്തില്ല, ഒരിക്കലും തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. അവൻ നിന്നെ ഉയർത്തുവാൻ വിശ്വസ്തൻ. കാരണം നീ പുതിയ മനുഷ്യനാണോ? പുതിയതൊന്ന് പകരുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. പുതിയതൊന്ന് കൈമാറുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. വചനം പറയുന്നില്ലേ, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിലല്ല, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെക്കും. കാരണം പഴയ തുരുത്തിയിൽ വെച്ചത് പൊളിഞ്ഞു പോകും. നീ ഒരു പഴയ തുരുത്തിയായി ഈ ദിവസങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയോ മക്കളെ. പുതിയ മനുഷ്യനാക്, പുതിയ വീഞ്ഞു പകരുവാൻ സ്വർഗം വിശ്വസ്തൻ. പഴയ നാളുകൾ നീ പ്രവചിച്ച വ്യക്തിയായിരിക്കാം, കഴിഞ്ഞ നാളുകൾ വല്ലാണ്ട് പ്രവചിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പ്രാർത്ഥനാ വീരമുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ലവണ്ണം വചനം ധ്യാനിക്കുന്ന വ്യക്തിയായിരിക്കാം, 50 അധ്യായങ്ങൾ 100 അധ്യായങ്ങൾ ദിനം പ്രതി വായിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതൊന്നും കഴിയുന്നില്ലായിരിക്കാം. എവിടെയോ ഒരു പഴയ തുരുതിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നാളിൽ ശോഭിച്ചതുപോലെ ദൈവമേനെ ശോഭിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ നാളിൽ നിന്ന് സഭയിൽ ജനം കടന്നു വന്നതുപോലെ ഇപ്പോൾ കടന്നു വരുന്നില്ല. പലപ്പോഴും പറയുന്നുണ്ട്, ബന്ധനമാണ്, അത് ശാപമാണ്, ദേശത്തിന്റെ പോരാണ്. ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നീ പുതിയ തുരുത്തിയാണോ? നിന്റെ മേൽ പുതിയ അഭിഷേകത്തെ പകർന്ന് ഈ പുതിയ മേഖലയിൽ കടന്നു വന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ പൊട്ടിച്ചു കളയുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ഉണ്ടായതിനേക്കാൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പുതിയതായി ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ടോ? പുതിയ വീഞ്ഞാണെങ്കിൽ, പുതിയ തുരുത്തിയാണെങ്കിൽ, പുതിയ വീഞ്ഞ് നിന്റെ മേൽ പകരും, പുതിയ അഭിഷേകം നിന്റെ മേൽ പകരും. നീ അതിനെ തകർത്ത് കളഞ്ഞ് പുറത്തു വരുവാൻ സ്വർഗം തന്നെ ഇടവരുത്തും. ആത്മാവിൽ ജാഗരിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവേ, എന്നെ ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണമേ, പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. പുതിയ തുരുത്തിയിൽ മേൽ പുതുവീഞ്ഞ് പകരുന്നത് പോലെ കൃപകളും കൃപാവരങ്ങളും എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ശലോമോനെ ജ്ഞാനിയാക്കി മാറ്റിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തി ജീവിതമേൽ കൈമാറട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. എന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു പുതിയ തുരുത്തിയായി മാറട്ടെ, പുതു മനുഷ്യനായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നാം ക്രിസ്തുവിന്റെ പുതു മനുഷ്യനായി മാറട്ടെ. ക്രിസ്തുവിന്റെ പുതു മനുഷ്യനാണോ? അവൻ നിന്റെ മേൽ ചിലത് നിക്ഷേപിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ചിലത് നിങ്ങളുടെ മേൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവുക. ദൈവം ഇന്ന് പകൽക്കാലം ചിലത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവുക. ഞാനൊന്ന് പറയാം, എന്റെ കൈവെപ്പിൽ കൂടിയുള്ള ഡിപ്പോസിറ്റിംഗ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഡിപ്പോസിറ്റ് ആകുന്നല്ല പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും പുതുമനുഷ്യനാകെ തീരുവാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രവാചകന്റെ കൈയും വേണ്ട, ഒരു പ്രവാചകയുടെ കൈയും വെക്കണ്ട, ഒരു ദൈവദാസന് വെക്കണ്ട. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി അവൻ ചിലത് ഡിപ്പോസിറ്റ് ചെയ്യും. നിന്റെ ശബ്ദത്തിന് മാറ്റമുണ്ടാകും, നിന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ട്, ലാംഗ്വേജിന് വ്യത്യാസമുണ്ടാകും, നിന്റെ രീതികൾ മാറും. പ്രൈസ് ദി ലോർഡ്. വെറും മീൻ പിടിച്ചു കിടന്ന പത്രോസിന്റെ ലെവലിന് സ്വർഗം മാറ്റിയെങ്കിൽ, യോഹന്നാന്റെ ലെവല് മാറ്റിയെങ്കിൽ, ചുങ്കം പിരിച്ചോടുന്ന മത്തായിയെ നിന്റെ ലെവലിനെ ദൈവം മാറ്റിയെങ്കിൽ, ഞാൻ പറയുന്നു ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. ഷിഫ്റ്റ് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവം ചിലതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക, ഈ ലെവലിൽ നിന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. റാവു ഷൽബനെ എന്റെ ഈ മെസ്സേജ് എപ്പോ
കേട്ടാലും എപ്പോ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ ലൈവിൽ മാത്രമല്ല അല്ലാതെ വീക്ഷിക്കുന്നവരോട് ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. ഇത് ആത്മാവിൽ, എന്റെ ആത്മാവിൽ പ്രചോദനം കൊണ്ട് ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം ഭവനത്തിനകത്തിരുന്ന് ചില വ്യക്തികളെ ഷിഫ്റ്റ് ചെയ്യുക. എന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? ആമേ, താഴ്ചന്ന് ഉയർച്ചയിലേക്ക്. സമ്പത്ത് കൊണ്ട് മൂടുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ നാളുകളിൽ ഒരു അഭിഷേകത്തിന്റെ ഷിഫ്റ്റിംഗ് നടക്കും. ഹല്ലേലൂയ. നല്ലതിനെ തീയതിനെ തിരിച്ചറിയുവാൻ തക്കതായ ഒരു അഭിഷേകത്തിന്റെ ഷിഫ്റ്റിംഗ് നടക്കും. ഹല്ലേലൂയ. ആമേ, ചെന്നായികളെ തിരിച്ചറിയുവാൻ തക്കതായ ഒരു ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുക. ആമേ, ആടുകളെ തിരിച്ചറിയുവാൻ തക്കതായ ഒരു ഷിഫ്റ്റിംഗ് നടക്കുവാൻ പോവുക. ഹല്ലേലൂയ. ഓ റിമമന ശൈദർവന ലബർതുനി ഹർദമാല വസ്തുനി. അടഞ്ഞ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ജീസസ്, ജീസസ്, പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്? ഈ ഭൂമിയിൽ എന്തൊക്കെ നേടി വെച്ചാലും നമ്മളതെല്ലാം കളഞ്ഞ് ആ മണവാളന്റെ കൂടെ പോണം. നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പ്രിയരെ, ആലയമാണോ നീ? ക്രിസ്തുവിന്റെ ശരീരമാണോ നീ? ക്രിസ്തുവിന്റെ മർമ്മമാണോ നീ? ക്രിസ്തുവിന്റെ പുതു മനുഷ്യനാണോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു മണവാട്ടിയാ. ഹല്ലേലൂയ. മണവാട്ടിയാ, മണവാട്ടിയാ, മണവാട്ടിയാ. എത്ര പേർക്ക് പറയാൻ പറ്റും? ആ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. വേഗം വരാമെന്നുരച്ച നാദാ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ച നാദാ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാ? പ്രിയ ദൈവമക്കളെ, എപ്പോൾ വരും പ്രാണപ്രിയ നിന്നെ ഒന്ന് കണ്ടിടുവാ? ഇതാരാ പറയുന്നേ? ഈ ലോകത്തിന്റെ കാലഗതിയിൽ അമർന്നു കിടക്കുന്ന ഒരു തലമുറയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിന്റെ സാഹചര്യത്തിലും ആമേൻ ചലിക്കുന്ന വ്യക്തിയാണെങ്കിലും അതിന് വിരുദ്ധമായിട്ട് ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ ഒരു മണവാട്ടിയാ. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി വേലക്കാരെ കാണാം, പക്ഷെ വിശ്വസ്തന്മാരെ കുറവാ. ആമേൻ. ഞാൻ ഒരു വ്യക്തിയെ ഏം ചെയ്തല്ല പറയുന്നത്. എനിക്ക് ഒത്തിരി നല്ല ദൈവദാസന്മാരെ അറിയാം, ഒത്തിരി ശക്തന്മാരെ അറിയാം. ആമേൻ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഒരു നല്ല മണവാട്ടിയായിരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല മണവാട്ടിയായി ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നല്ല മണവാട്ടിയാണോ? നിങ്ങളുടെ പരസ്യ ജീവിതത്തിൽ നിങ്ങൾ നല്ല മണവാട്ടിയാണോ? എങ്കിൽ നിങ്ങൾ ചേർത്തുകൊള്ളുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. പൗലോസേ, നീ എന്നാത്തിനാ ഇത് എഴുതി വെച്ചത്? പൗലോസ് പറയും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതി, നല്ല പോർ പൊരുതി. ദൈവമക്കൾ, നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നല്ല പോർ പൊരുതി, ഞാനൊരു ഭവനം പണിതു. നല്ല പോർ പൊരുതി, ഞാനൊരു വാഹനം മേടിച്ചു. നല്ല പോർ പൊരുതി, ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. നല്ല പോർ പൊരുതി, ഞാനൊരു ആലയം പണിതു. നോ, നല്ല പോർ പൊരുതി, നീ ആമേൻ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മാറിയോ? നല്ല പോർ പൊരുതി, ഒരു കൂട്ടം ആത്മാക്കളെ സ്വർഗരാജ്യത്തിന് വേണ്ടി നേടിയോ? നല്ല പോർ പൊരുതി, ഒരു കൂട്ടം ദൈവദാസന്മാരെ നീ തിരഞ്ഞെടുത്തു. എനിക്ക് വളരെ ഇഷ്ടമായ ഒരു വാക്ക് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം പാസ്റ്റർ സാം ജോസഫ് വേലക്കാർക്ക് വേണ്ടി ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സഭയിൽ വിശ്വാസികൾ ഒത്തിരി ഉണ്ട്, പക്ഷേ വിശ്വാസികളല്ല നമുക്ക് ആവശ്യം, നമുക്ക് വേലക്കാർ ആവശ്യം. വിശ്വാസിയല്ല ആവശ്യം, ശിഷ്യന്മാരെ ആവശ്യം. ഏതാ ശിഷ്യൻ? ശിഷ്യൻ ഒരിക്കലും കർത്താവിനെ വിട്ടു പോകത്തില്ല, ആലയം വിട്ടു പോകത്തില്ല. ശിഷ്യനാണോ നീ? ദൈവത്തിന്റെ നല്ല ശിഷ്യനാണോ? ഒരു പ്രതികൂലമുണ്ടെങ്കിലും, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഒരു കഷ്ടതയുടെ മേഖല ഉണ്ടെങ്കിലും നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കും. എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ വേല ചെയ്യുന്നവൻ വേലക്കാരനല്ല. എല്ലാം നന്മയായി ഭവിക്കുമ്പോൾ അവൻ സന്തോഷത്തോടെ വേല ചെയ്യുന്നത് വേലക്കാരനല്ല. കഷ്ടതയുടെ നടുവിലും
പാടുവാൻ കഴിയുന്നുണ്ടോ? കഷ്ടതയുടെ നടുവിലും സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? കഷ്ടതയുടെ നടുവിലും ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ? ദൈവമക്കളെ, മിരിയാം കഷ്ടത വിട്ട് ചെങ്കടലിന്റെ മുൻപിൽ വന്നു. അവൾ പപ്പെടുത്ത് നൃത്തം ചെയ്തു. കാരണം ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. പക്ഷേ പൗലോസിനെ നോക്ക്, വ്യത്യസ്തമായ മേഖലയിൽ കഷ്ടതയുടെ നടുവിൽ ശരീരമാസകലം മുറിവേറ്റ് കിടക്കുന്നു. ശരീരമെല്ലാം രക്തം ഒഴുകുന്നു. നീര് അതിന്റെ വ്രണത്തിന്റെ പുറത്തുകൂടെ നീര് ഒഴുകി വരികയാ. വല്ലാണ്ട് നീറ്റലുണ്ട്. രണ്ട് കൈകളും ആപത്തിൽ വെച്ച് പൂട്ടിയിരിക്കുന്നു. കാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസേ, നീ നല്ല ശിഷ്യനാ, നല്ല പോർ പൊരുതിയവനാ, ഓട്ടം തികച്ചവനാ. അവൻ പറയും, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഓടിയത്, ഞാൻ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ. അവന്റെ കിടന്ന അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി എന്ന് പറയുന്നു. അവൻ പറയും, ഞാൻ നല്ല മണവാട്ടിയ. ഞാൻ എന്നെ പാടിയതാ അടുത്ത വ്യക്തി കേൾപ്പാനല്ല, അടുത്ത വ്യക്തി എനിക്ക് മാർക്കിടമെന്ന് നോക്കിയിട്ടല്ല. ഞാൻ നോക്കിയത് എന്റെ മണവാളന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല മണവാട്ടിയായിരിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്. അവർ മാത്രം കരമുയർത്തി ഹല്ലേലൂയ പറ. അവർ മാത്രം കരമുയർത്തി സ്തോത്രം പറ. ഇവരെ സഹായിക്കണമേ. നല്ല മണവാട്ടിയായിരിക്കാൻ സഹായിക്കണമേ. ഓരോ വ്യക്തികളെയും അതിന് തക്കതായി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അല്ലാത്തവർ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ഒരു ഷിഫ്റ്റിംഗ് നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കൈമാറുക. നല്ല മണവാട്ടിയായിരിക്കാം. അഞ്ചാം അധ്യായത്തിൽ പറയുന്നു, നല്ല മണവാട്ടിയായി. ഞാൻ ഓരോ അധ്യായങ്ങളെ പറയുവാനും കാരണമുണ്ട്. എഫെസ്യർ ലേഖനം പുതിയ നിയമത്തിന്റെ റാണി എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം പ്രയോജനമുള്ള ഓരോ പുസ്തകങ്ങളും പ്രയോജനമുണ്ട്. പക്ഷെ ഇത് സഭയ്ക്ക് ഒരു ഉറപ്പാണ്. ആറാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാം ക്രിസ്തുവിന്റെ പടയാളിയാണ്. ഹല്ലേലൂയ. ഒരു പടയാളി യോദ്ധാവാണ്. അവൻ പ്രതികൂലം കണ്ടിട്ട് തിരിഞ്ഞു പോകുന്നത് പടയാളിയല്ല. ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ ആലയമായി മാറിയ വ്യക്തിക്ക്, ക്രിസ്തുവിന്റെ ശരീരമായി മാറിയ വ്യക്തിക്ക്, ക്രിസ്തുവിന്റെ മർമ്മമായി മാറിയ വ്യക്തിക്ക്, ക്രിസ്തുവിന്റെ പുതു മനുഷ്യനായി മാറിയ വ്യക്തിക്ക്, ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറിയ വ്യക്തിക്ക് മാത്രമേ നല്ല പടയാളിയായിരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതല്ലേ ഞാൻ പ്രാരംഭത്തിൽ വീണ്ടും ഞാൻ ഒരിക്കൽ പറഞ്ഞ വാക്യം വീണ്ടും ആവർത്തിക്കാം. നല്ല പോർ പൊരുതുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആരായിരിക്കും? നല്ല പടയാളിയായിരിക്കും. 5 മേഖലകൾ നിങ്ങളുടെ മേൽ നല്ലൊരു യോദ്ധാവാക്കി മാറ്റുകയാണ്. അതുകൊണ്ടല്ലേ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 12 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ആ വേദഭാഗം വായിക്കുന്നത് വളരെ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ. ആർക്കാ എതിർത്ത് നിൽപ്പാൻ കഴിയുന്നത്? ഈ ലോകത്തിന്റെ അധിപതി പ്രതികൂലമായി എഴുന്നേൽക്കുമ്പോൾ എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നത് സാധാരണ മനുഷ്യനല്ല. അവൻ പരാജയപ്പെട്ടു പോകും. അവൻ നിലവിളിച്ചു, അവൻ പിന്മാറ്റത്തിലേക്ക് പോകും. അവൻ പറയും, എനിക്ക് ക്രിസ്തുവിനെ വേണ്ട എന്ന് പറയും. പക്ഷേ നല്ല പടയാളിയാകണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ ആലയമായി മാറണം. നല്ല പടയാളിയാകണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ ശരീരമായി മാറണം. നല്ല പടയാളിയാകണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ മർമ്മമായി മാറണം. നല്ല പടയാളി ആകണമെങ്കിൽ പുതിയ തുരുത്തി അല്ലെങ്കിൽ പുതിയ മനുഷ്യനായി മാറണം. നല്ല പടയാളിയായി മാറണമെങ്കിൽ നല്ല മണവാട്ടിയായിരിക്കണം. നിങ്ങൾ നോക്കണമേ, മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി, മണവാളന് വേണ്ടി ജീവൻ കൊടുക്കുന്ന മണവാട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന മണവാളൻ അവൻ തന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. അവയുടെ ഭാഗം നോക്കണമേ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ തക്ക
കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ, നമുക്ക് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ആമേ, വിശ്വാസ കുടുംബങ്ങളെ, നമുക്ക് പോരാട്ടമുണ്ട്. നിനക്ക് പോരാട്ടമില്ലെങ്കിൽ ഓർത്തോളണം, നീ ഔട്ട് ഓഫ് കവറേജ്. കാരണം ആമേ, പോരാട്ടം ഉണ്ടാക്കുന്ന പിശാചാണ്, പ്രതികൂലം ഉണ്ടാക്കുന്ന പിശാചാണ്. എന്താ പോരാട്ടം, എന്താണ് പ്രതികൂലം? ആമേ, നമ്മുടെ പോരാട്ടം ചിലപ്പോൾ മക്കൾക്ക് വരുന്ന രോഗമായിരിക്കാം. നമ്മുടെ പോരാട്ടം സാമ്പത്തിക മേഖലയിൽ കഷ്ടതയില്ലാത്ത മനുഷ്യനില്ല. കഷ്ടത എല്ലാ മനുഷ്യനും കഷ്ടമാണ്. ചില വ്യക്തികളുടെ കഷ്ടമല്ല, ഒരു വ്യക്തിയുടെ കഷ്ടമല്ല മറ്റൊരു വ്യക്തിക്ക് കഷ്ടതയുണ്ട്. പക്ഷെ അതിനെ ജയിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ആമേ, അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് നമുക്ക് തരണം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നാം നല്ല പോരാളിയ, നല്ല യോദ്ധാവാണെന്നുള്ളതിന് ആമേ യാതൊരു വിധമായ അശേഷം മാറ്റമില്ലാത്ത കാര്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആമേ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അതുകൊണ്ട് അടുത്ത വാക്യം നോക്കണമേ. അതുകൊണ്ട് നിങ്ങൾ ആമേ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുമ്പേ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വരുന്നു. നമ്മൾ ആരെന്ന് നമ്മൾ അറിയണം. രണ്ടാമത്തേതിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും ദൈവം ഉയർപ്പിച്ചു. നമ്മൾ ആരായിരുന്നു ഈ ലോകത്തിന്റെ കാലഗതിയിൽ അമർന്നുപോയ ഈ ലോകത്തിന്റെ അധിപതിയായിരുന്ന പിശാച് നമ്മുടെ മേൽ ജയമെടുത്തിരുന്നു. ഈ ലോകത്തിൽ കാണുന്ന ജാതികളുടെ മേൽ ജയമെടുത്ത, നാമധേയരുടെ മേൽ ജയമെടുത്ത പിശാച് കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മേലും ജയമെടുത്തു. പക്ഷെ അതിന് നമ്മൾ പൗലോസ് അണലിയ തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ ആ പിശാചിനെ കുടഞ്ഞു കളഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. കുടഞ്ഞു കളഞ്ഞത് എവിടെയാ? ഒരു കരയിലല്ല, ദ്വീപിലേക്കല്ല അവൻ കുടഞ്ഞു കളഞ്ഞത്, വെള്ളത്തിലേക്കല്ല കുടഞ്ഞു കളഞ്ഞത്, അവൻ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. നമ്മൾ ഇന്ന് പകൽക്കാലം പിശാചിനെ കുടഞ്ഞു കളഞ്ഞത് കർത്താവിന്റെ മുമ്പിലാണെങ്കിൽ ആമേൻ, കർത്താവിന്റെ തലയെ തകർത്തവനാണ്. നമ്മുടെ മേൽ ഇനി പിശാചിന് ജയമില്ല, നമ്മുടെ മേൽ പിശാചിന് അധികാരമില്ല, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ പിശാചിന് അധികാരമില്ല. പ്രിയരെ, നാം ആരാ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. പക്ഷേ നമ്മെ ഓരോരുത്തരെയും കർത്താവ് തന്റെ മരണത്തിൽ കൂടി ഉയർപ്പിച്ചു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. നീ തകരാണ്ട വ്യക്തിയല്ല, നീ ഉടഞ്ഞു പോകാണ്ട വ്യക്തിയല്ല. നിന്നെ ഉയർപ്പിച്ച, നിന്നെ ബലപ്പെടുത്തിയ ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന് രണ്ടാമത്തെ വാക്യം പറയും, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായിരുന്നവരനുസരിച്ച് നടന്ന കാലം പോയടാ പിശാചേ. ഇന്ന് ഞാൻ നടക്കാനല്ല വന്നത്, ഞാൻ ആമേൻ ജയമെടുത്തവനാ. നമുക്കൊരു അധികാരമുണ്ട്. അതുകൊണ്ടല്ലേ യേശുവിനെ നോക്കിയിട്ട് പുരോഹിതന്മാർ പറഞ്ഞു, ശതാധിപന്മാർ പറഞ്ഞു, അവൻ എങ്ങനെയുള്ളവന്? അവൻ അധികാരമുള്ളവനായിട്ട് അത്രേ സംസാരിച്ചത്. പിശാചിനോട് അവൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു, രോഗിയോട് അധികാരത്തോടെ കൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ അധികാരം ചെറുതല്ല. ആ യേശു ഇന്ന് വസിക്കുന്നവരെ ഞാൻ പറയും, എന്റെയും നിങ്ങളുടെയും ഉള്ളത്തില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞു, അവന്റെ ആലയമാ. ദൈവമക്കളെ, നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവം അധികാരമുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അധികാരത്തെ മിസ്യൂസ് ചെയ്യാതെ നമ്മൾ അതിനെ ഉപയോഗിക്കുക, നമ്മൾ അതിനെ ക്രിയാത്മകമായി ചിന്തിക്കുക, അതിനെ നമ്മൾ പ്രവർത്തിക്കുക. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിന് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. നമ്മൾ മരിച്ചവരല്ല, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക. റോമാലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ മർത്തൃ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഏക നാമം യേശുവിന്റെ നാമം. അപ്പോസ്തല പ്രവൃത്തി 4:12 പറഞ്ഞു, മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. അത് ഞാൻ വിളിച്ചു പറയുന്നത് യേശുവിന്റെ നാമം. ആ നാമത്തിന്റെ മുമ്പിൽ ഫിലിപ്പിയ ലേഖനം പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെ മുഴങ്ങാമം
അവനൊരു പുതിയ നാമമുണ്ട്. ആ നാമം അവന് മാത്രമേ അറിവുള്ളൂ. അവൻ 12 സിംഹാസനങ്ങളുടെ നടുവിൽ താനൊരു സിംഹാസനം വിട്ട് മനുഷ്യരെ ന്യായം വിധിക്കുന്ന ദിവസം വരും. പക്ഷെ ആ ന്യായവിധിയിൽ നിന്ന് എന്നെയും നിങ്ങളെ ദൈവം കരുതിയിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ വീശി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, കരങ്ങളെ വീശി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റീമാന ശൈദർമന നമ്മളെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. എന്തിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു? നിന്റെ കഷ്ടതയിൽ നിന്ന് ദൈവം നിന്നെ ഉയർപ്പിച്ചിരിക്കുന്നു. നീ താഴെ കിടക്കുന്ന ദൈവിക വേലയിൽ നിന്നെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. നിന്റെ ശൂന്യമായ സഭയിൽ നിന്നും ദൈവം നിന്നെ ഉയർപ്പിച്ച് നിറവിലേക്ക് മാറ്റുന്നു. നിന്റെ സാമ്പത്തിക മേഖലയിൽ തകർച്ചയാണോ, അതിനെ ദൈവം നിറവിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. ആമേൻ. ഇത് കേൾക്കുമ്പോൾ കൈയടിച്ച് നിങ്ങൾ സ്തോത്രം പറയുന്നത് ശരിയാ. പക്ഷേ സാമ്പത്തിക മേഖല ഉയർച്ച വരണമോ, ശാരീരിക മേഖലയിൽ വിടുതൽ വരണമോ, സഭയുടെ മേൽ ആത്മാക്കളുടെ പെരുപ്പം വരണമോ, ഈ നാളുകൾ നിങ്ങൾ പുതിയ തുരുത്തിയായി മാറ്. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് ഒരു വാക്യം കൂടുതൽ വായിക്കുന്നു. 2:7 ഇങ്ങനെ പറയുന്നു, ആമേ ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ഇരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന എവിടെ? ഈ ഭൂമിയിലല്ല. അവൻ നമ്മെ സ്വർഗ്ഗോന്നങ്ങളിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവ് വസിക്കുന്ന ആ മഹനീയമായ കൊട്ടാരത്തിൽ, 12 രത്നങ്ങളാൽ നിർമ്മിതമായ കൊട്ടാരത്തിൽ, സൂര്യന്റെ വെളിച്ചം ആവശ്യമില്ല. ഇന്ന് കാണുന്ന ഈ ബൾബുകൾ, ഈ പ്രകാശനങ്ങളുടെ ആവശ്യമില്ല. കുഞ്ഞാട് അവർക്ക് വെളിച്ചമായിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കുഞ്ഞാട് അത്രയും വെളിച്ചമായിരിക്കണമെങ്കിൽ ആ മുഖത്തിന്റെ ശോഭ എത്രയാ. 40 ദിവസം, കേവലം 40 ദിവസം സീനായിയുടെ മുകളിൽ കയറിയിരുന്നിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന മോശയുടെ മുഖം നോക്കുവാൻ 20 ലക്ഷത്തിലധികം വരുന്ന ജനം ഭയന്നുവെങ്കിൽ, ദൈവമക്കളെ, എന്റെ സർവശക്തനായ, എന്റെ മണവാളനായിരിക്കുന്ന, എന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, എന്റെ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മുഖ തേജസ് എത്രയോ അധികം. ജീസസിനെ ആ തേജസ്സിന്റെ മുമ്പിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ തേജസ്സിന്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചത് ക്രിസ്തുവിന്റെ മുൻനിർണയമാണ് നമ്മെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ അവകാശമാണ്. നാം ക്രിസ്തുവിന്റെ അവകാശമാണ്. നാം ക്രിസ്തുവിന്റെ അവകാശമാണ്. ക്രിസ്തു നമ്മുടെ അവകാശമാണ്. നമുക്ക് പറയാമോ? ഹല്ലേലൂയ. ദൈവമേ, നല്ല പിതാവേ, എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസ്ഥലെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവത്തോടൊന്ന് പറയാമോ? ദൈവമക്കളെ, കർത്താവേ, ഞാൻ നിന്റെ ആലയമാണ്. കർത്താവേ, ഞാൻ നിന്റെ ശരീരമാണ്. ഞാൻ നിന്റെ മർമ്മമാണ്. അപ്പച്ചാ, എൻ്റെ കർത്താവേ, ഞാൻ ക്രിസ്തുവിന്റെ പുതു മനുഷ്യനാണ്. എത്ര പേർ ആത്മാവിൽ പറയും? നിങ്ങളുടെ കരങ്ങള് നിങ്ങളുടെ മറവോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പറയാമോ? ഞാൻ ക്രിസ്തുവിന്റെ ആലയമാണ്. ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഞാൻ ക്രിസ്തുവിന്റെ ഒരു മർമ്മമാണപ്പാ. ഞാൻ ക്രിസ്തുവിന്റെ പുതു മനുഷ്യനാണ്. ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഞാൻ ക്രിസ്തുവിന്റെ പടയാളിയാണ്. ഈ നാളുകൾ കർത്താവേ എന്നെ അപ്രകാരമാക്കി തീർക്കണമേ. അപ്പാ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഓ ജീസസ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, 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 ദൈവത്തോട് പ്രാർത്ഥിക്കുക. അമ്മേ, തുടർന്നുള്ള നാളുകൾ നമ്മൾ ഈ ദൈവവചനം തന്നെ ധ്യാനിക്കും. ക്രിസ്തുവിന്റെ ആലയമായി മാറ്റുവാൻ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാ പേരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചെയ്യണേ. എത്ര പേർക്ക് പറയാൻ പറ്റും? നല്ല ദേവനേ, ഞങ്ങൾ എല്ലാ പേരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമീച്ചലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തെ നൽകിടേണമേ. ഒരുമിച്ച് പറയാമോ? മെച്ചമായ ആഹാരത്തെ നൽകിടേണമേ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാം നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ.
വേദവാക്യങ്ങൾ ഞങ്ങൾക്കാധാരമായ വേദനാഥനെ ഗാനം ചെയ്യുകേ. വേദനാഥനെ ധ്യാനം ചെയ്യുകേ. നല്ല ദേവനേ എല്ലാം യേശുവേ നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടണമേ. നമുക്ക് ദിവസം ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എന്നെ അങ്ങയുടെ ആലയമാക്കി, അങ്ങയുടെ ശരീരമാക്കി, അങ്ങയുടെ ഒരു മർമ്മമാക്കിയും പുതു മനുഷ്യനാക്കിയും നല്ല മണവാട്ടിയായി നല്ല പടയാളിയാക്കിയും എന്നെ മാറ്റണമേ. എന്റെ മകൾക്കാർ നമുക്ക് പ്രാർത്ഥിക്കാമോ? നാം ഒറ്റയ്ക്കല്ല ദൈവമക്കളെ, നാം ഒറ്റയ്ക്കല്ല. നമ്മളോടൊപ്പം കർത്താവുണ്ട്. ഈ രാജ്യത്തിന്റെ അധിപതി നമ്മളോടൊപ്പം ഉണ്ടെന്നല്ല, നമ്മുടെ പട്ടണത്തിന്റെ അധിപതി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ അധിപതിയോ സ്റ്റേറ്റിന്റെ അധിപതി ഉണ്ടെന്നല്ല, നമ്മുടെ നേഷൻ രാജ്യത്തിന്റെ അധിപതി ഉണ്ടെന്നല്ല പറഞ്ഞത്. അവേ സർവത്തിന്റെയും സൃഷ്ടികർത്താവ്, 5 ഭൂഖണ്ഡങ്ങളെ മാത്രമല്ല, സ്വർലോകം, ഭൂലോകം, അധോലോകത്തിന്റെ സൃഷ്ടികർത്താവ് അവൻ നമ്മോടൊപ്പമുണ്ട്. നാം ഏകനല്ല, നാം ഒറ്റയ്ക്കല്ല. നമുക്ക് ദൈവത്തോടൊന്ന് പറയാമോ? നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനത് തിരിച്ചറിയുന്നു. എനിക്ക് വലുത് ചെയ്യും, ഞാൻ വലുത് ചെയ്യും, ഞാൻ വലുത് പ്രാപിച്ചെടുക്കും. കർത്താവേ, ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ഇടവരാതെ വണ്ണം അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എന്നെ കർത്താവ് സഹായിക്കും. മണിക്കൂറുകൾ പ്രാർത്ഥിപ്പാൻ, മണിക്കൂറുകൾ വചനം ധ്യാനിപ്പാൻ, മണിക്കൂറുകൾ ആരാധിപ്പാൻ, ഒരു വിശ്വസ്തതയായിരിക്കാൻ കർത്താവേ, ഈ ശരീരം അങ്ങയുടെ ആലയമായി തന്നെ ആയിരിക്കാൻ, ഇത് കർത്താവേ, ഈ ശരീരം അങ്ങയുടെ ശരീരമായി തന്നെ ഇരിപ്പാൻ, അങ്ങയുടെ മർമ്മം രഹസ്യങ്ങളെ അവയെ വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ അപ്പാ, പുതുതുരുത്തിയാക്കി പുതു മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. കർത്താവിനോട് പറയാമോ? നല്ല മണവാട്ടിയായി മണവാളിനെ കാത്തിരിപ്പാൻ, പടയാളിയായിരിക്കാൻ സഹായിക്കണമേ. നാം ദൈവത്തിനു വേണ്ടി നടക്കുന്ന നടത്തം, നാം കാൽ വെക്കുന്ന മേഖലകൾ, എല്ലാത്തിൻ്റെ മേൽ ദൈവിക സമാധാനം വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിന് നല്ല പിതാവേ, അടിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ലൈവിൽ വീക്ഷിച്ച ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അസാധാരണമായ ഒരു ദൈവിക പദ്ധതി ഇവരുടെ ജീവിതത്തിൽ ചെയ്തെടുക്കണം. ഒരനർത്ഥവും ഒരു ബാധയും കൂടാരത്തിൽ അടുക്കാതെ വണ്ണം സ്വർഗം കാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഉറപ്പുണ്ട്, അനർത്ഥം വ്യസന കാരണമായി തീക്കത്തില്ല. ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുന്ന സ്തോത്രം പൂർണ്ണമായി ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു. ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇടയ്ക്കെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, ഞങ്ങളുടെ നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ആയെങ്കിലും ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിന് ഓർത്ത് സ്തോത്രം. നിങ്ങൾ ഓരോ വ്യക്തികളും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച 10 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ്
നിങ്ങളെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കട്ടെ. നാം ഒറ്റയ്ക്കല്ല, നമ്മളോടൊപ്പം ഒരു കൂട്ടം ജനമല്ല, നമ്മളോടൊപ്പം ഒരു കൂട്ടം സൈന്യം, യഹോവയുടെ സൈന്യമുണ്ട്, യഹോവയായ ദൈവമുണ്ട്. നാം യോദ്ധാവാണ്, നാം മണവാട്ടിയാണ്. നാം ഭാരപ്പെടേണ്ട. നാം നിൽക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും അറിയുന്ന നല്ല തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഗാഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.